സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1120 രൂപ കുറഞ്ഞ് 98,160 രൂപയായി. ഗ്രാമിന് 140 രൂപയാണ് കുറഞ്ഞത്. 12,270 രൂപയാണ് ഗ്രാമിന്റെ വില. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബീനാറാണി ഒപ്പം ചേർന്നു. ബീനാറാണി, ഇന്നലെ 1200 മാത്രം അകലെയായിരുന്നു 1 ലക്ഷം രൂപയ്ക്ക്. ഇന്നിപ്പോൾ ചെറിയൊരാശ്വാസം. കൃഷ്ണരാജ്, തീർച്ചയായും ഇന്നലെ 1 ലക്ഷത്തിലേക്ക് എത്താൻ ഏതാണ്ട് വളരെ കുറച്ച് തുക മാത്രം വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇന്ന് സ്വർണ്ണവിലയിൽ ഒരു തീരെ പ്രതീക്ഷിക്കാതെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. അതായത് പവന് 1120 രൂപ കുറഞ്ഞ് 98,160 രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. പ്രധാനമായും അന്താരാഷ്ട്ര വിപണിയിലെ ഒരു വില ഇടിവ് തന്നെയാണ് രാജ്യത്തും പ്രതിഫലിച്ചിട്ടുള്ളത്, ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിട്ടുള്ളത് എന്ന് കാണാം. ഇതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോളർ രൂപ വിനിമയ നിരക്കിൽ വന്ന വ്യതിയാനമാണ്. ഏതാണ്ട് 90 രൂപ എന്ന നിലയിലേക്ക് ഡോളർ വിലയുടെ മാറ്റം എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം തീർച്ചയായും സ്വർണത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിപണിയിലുള്ളവർ കണക്കാക്കുന്നത്. എന്തായാലും രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം, വില ഇടിവ് ഇതെല്ലാം തന്നെ ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് എപ്പോഴും കാണാം. അതുപോലെ തന്നെ US ഫെഡറൽ റിസർവ് നിരക്കിലെ വ്യതിയാനവും സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും സ്വർണ്ണ വിപണിയിലെ ഈ വ്യതിയാനം വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നില്ല. കാരണം വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വർണ്ണ വിപണി ഉണ്ടായിരുന്നത്. സ്വർണം വാങ്ങാൻ എത്തുന്നവർ തീരെ കുറവും, ഒപ്പം തന്നെ സ്വർണം വിൽക്കാൻ എത്തുന്നവർ കൂടുതലും എന്ന രീതിയിലാണ് കേരളത്തിലെ വിപണിയിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വലിയൊരു മാറ്റം ഈ ഇടിവിൽ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല എന്നാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുതന്നെയായാലും നിക്ഷേപകർ ഇപ്പോഴും സ്വർണത്തെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട്. കാരണം കുറഞ്ഞ കാലയളവിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നതിനാൽ തന്നെ നിക്ഷേപകർ സ്വർണത്തിലോട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട്. അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു അവശ്യ വസ്തു എന്ന നിലയിൽ ആഘോഷങ്ങളിലും മറ്റും ഉപയോഗിക്കുന്നതിനാൽ സാധാരണക്കാർക്കിടയിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സ്വർണത്തിലെ ഈ വ്യതിയാനം, പ്രതീക്ഷിക്കാതെയുള്ള ഈ വ്യതിയാനം ചില ദിവസങ്ങളിൽ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചില ദിവസങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തുതന്നെയായാലും വിപണി വൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ വില വർധനവ് ഇല്ലെങ്കിൽ ഈ വ്യതിയാനങ്ങൾ, ഈ ചാഞ്ചാട്ടം തുടരുമെന്ന് തന്നെയാണ് വിപണിയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില, ഈ കുറഞ്ഞ വില വീണ്ടും വർദ്ധിക്കുമെന്ന, 1 ലക്ഷത്തിലേക്ക് എത്തുമെന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് വ്യാപാരികൾ.